ഹലോ, വെൽക്കം ടു രൂപാസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിവിടെ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതെന്തെന്ന് വെച്ചാൽ ജീര റൈസാണ്. അപ്പോൾ ജീര റൈസ് വന്നിട്ട് നമുക്ക് ബസ്മതി റൈസിലുണ്ടാക്കാം, പൊന്നി റൈസിലുണ്ടാക്കാം, അതുപോലെ തന്നെ നമ്മുടെ കൈമ റൈസിലുണ്ടാക്കാം. ഞാനിന്ന് കൈമ റൈസിലാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ആ റൈസാണ് ഏറ്റവും ഇഷ്ടം. അതാണ് ബിരിയാണിക്കൊക്കെ ഞാൻ എടുക്കുന്നത് കൈമ റൈസാണ്. പക്ഷേ നല്ല ടേസ്റ്റും അതാണ്, നല്ലൊരു മണവും കൂടെ ഉണ്ട് കേട്ടോ ആ റൈസിന്. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നുവെച്ചാൽ വളരെ ഈസിയായ മെത്തേഡിലാണ് ഞാൻ ചെയ്യുന്നത്. വെജിറ്റബിൾസ് ഒന്നും ചേർക്കുന്നില്ല ഞാനിന്ന്. എന്നുവെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബിഗിനേഴ്സിനും അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനും ഒക്കെ പറ്റിയൊരു റെസിപ്പി തന്നെയാണ്. പിന്നെ വന്നിട്ട് അതിന് കൂടെ നമുക്ക് വെജിറ്റബിൾസ് വേണമെങ്കിൽ ചേർക്കാം. അതായത് ഗ്രീൻ പീസ്, ക്യാരറ്റ്, ബീൻസ്, പിന്നെ സവോള, ഇതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ ചേർക്കാം. പിന്നെ ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞത്. അതൊക്കെ ചേർക്കുകയാണെങ്കിൽ വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ വെജിറ്റബിൾസൊക്കെ അങ്ങനെ കഴിച്ചോളൂ. ഇനി പ്രത്യേകിച്ച് കറികളൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് വന്നിട്ട് ഇതിൻ്റെ കൂടെ സാലഡ് മാത്രം വെച്ചും കഴിക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ സോയാ ചിക്കൻ മസാല, പനീർ മസാല, ഇതൊക്കെ കൂട്ടിയും കഴിക്കാം. പിന്നെ ചിക്കൻ, മട്ടൺ അതുപോലത്തെ ഉണ്ടെങ്കിൽ അത് വെച്ചും കഴിക്കാം. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് കിച്ചണിലോട്ട് പോയി നോക്കാം. അപ്പം നമ്മുടെ ജീര റൈസ് ഉണ്ടാക്കാനായിട്ട് പിന്നെ ഞാൻ 1 കപ്പ് പിന്നെ നമ്മുടെ കൈമാരി ഉണ്ടല്ലോ, ജീര റൈസ്, അതെടുത്തിട്ടുണ്ട്. ഇത് ബസ്മതി റൈസിനും ചെയ്യാം, സാധാരണ നമ്മൾ വീട്ടിൽ ചോറുണ്ടാക്കുന്ന പൊന്നിയരിയൊക്കെ ഇല്ലേ അതിന് ചെയ്യാം. ഓക്കെ, അപ്പം ഞാനിത് 4-5 പ്രാവശ്യം നീറ്റായിട്ട് കഴുകിയിട്ട് വരാം. നമ്മുടെ ജീര റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ടാണ് ചെയ്യുന്നത്, കൊണ്ട് വെള്ളത്തിന് പ്രത്യേക അളവൊന്നുമില്ല. അപ്പം ഞാനതിൽ കണ്ടു 4 ഗ്രാമ്പു, 4 ഏലക്ക, 1 കഷ്ണം പട്ട ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഒരു ബേ ലീഫ്, ഇത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. എന്നിട്ട് ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിടാൻ മറന്നു പോലും വെച്ചാൽ ഈ ഉപ്പാണ് നമ്മുടെ അരിയിൽ കിട്ടുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ 4-5 പ്രാവശ്യം കഴുകി വെച്ചിട്ടുണ്ടല്ലോ അരി, അതിലിട്ട് കൊടുക്കുകയാണ്. ഇത് ഞാൻ പിന്നെ കുക്കറിൽ നമ്മൾ വയ്ക്കാത്തതുകൊണ്ട് അതിൽ വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, അതിനിട്ട് കൊടുക്കാം. വെള്ളം കൂടിയാലും കുഴപ്പമില്ല. എന്നുവെച്ചാൽ നമ്മളിത് ഊറ്റിക്കളയാണ് ചെയ്യുന്നത് വെള്ളം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ റൈസ് വന്നിട്ട് നമ്മൾ തീരെ അങ്ങ് വേവിക്കരുത്. ഒരു 80% വെന്ത് കിട്ടിയാൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അതെല്ലാം കൂടെ അങ്ങ് പൊട്ടിപ്പോകും. ഓക്കെ, അപ്പോൾ കണ്ടു നമ്മുടെ അരി 80% വെന്തിട്ടുണ്ട് കേട്ടോ. തീരെ കുഴഞ്ഞിട്ടുമില്ല. കയ്യിലെടുത്ത് നോക്കുമ്പോൾ വെന്തിരിക്കണം, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിലുള്ള വെള്ളം ഊറ്റിയിട്ട് വയ്ക്കാം നമുക്ക്. അപ്പം ഞാൻ ജീര റൈസ് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ്. നിങ്ങൾക്ക് നെയ്യ് കൂടുതൽ വേണമെങ്കിൽ കൂടുതലും ചേർത്തോളാം കേട്ടോ, കുഴപ്പമില്ല. നെയ്യൊന്ന് ചൂടാട്ടെ. ഇനിയിപ്പോൾ നമുക്കിതിൽ നമ്മുടെ ജീര റൈസിന് മെയിനായിട്ടുള്ളത് ജീരകമാണ് കേട്ടോ. 1.5 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. 1 ചെറിയ ജീരകമാണ്, വലിയ ജീരകമല്ല. 1.5 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തു. ഫ്ലെയിം കുറച്ച് വെച്ചിരുന്നാൽ മതി, നമ്മുടെ ജീരകം കരിഞ്ഞു പോകരുത് കേട്ടോ. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ ഉടനെ നമുക്ക് ഇതിൽ ഒരു 4 പച്ചമുളക് ഇടുക കീറി വെച്ചിട്ടുണ്ട്, ഇതിട്ട് കൊടുക്കാം. അപ്പോൾ ഈ പച്ചമുളകും കൂടെ ചേർക്കുന്നു. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റണം. ഈ പച്ചമുളക് ഈ കുറച്ച് വെച്ച് ചെയ്യാം. എന്തെന്ന് വെച്ചാൽ നമ്മുടെ ജീരകം കരിഞ്ഞു പോയത്, അതുകൊണ്ടാണ്. വളരെ ഈസിയാണ് കേട്ടോ, ഞാൻ പറഞ്ഞ പോലെ ഇതേ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. പിന്നെ നോൺ വെജ് തന്നെ വേണമെന്നൊന്നുമില്ല ഇത് കഴിക്കാൻ. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഒന്ന് വഴണ്ടിട്ടുണ്ട്. നമ്മുടെ പച്ചമുളക് വഴണ്ടിട്ടുണ്ട്. ഇത് നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന
റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഈ ചോറ് നല്ലപോലെ വേവിക്കരുത്, 70% വേവിക്കാവും. ഇതിപ്പോൾ കറക്റ്റാണ്. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഒരു കൈപ്പിടി നിറയെ, ഒരു കൈ നിറയെ മല്ലിയില ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ചേർക്കുന്നു. പിന്നെ കൂടുതൽ ചേരുവകളൊന്നും ആവശ്യമില്ല കേട്ടോ. പിന്നെ ചിലരാണെങ്കിൽ ഇത് സവാള വഴറ്റിയിടും, പിന്നെ വന്നിട്ട് ഗ്രീൻ പീസ്, ക്യാരറ്റ്, ബീൻസ് അതൊക്കെ ചേർക്കും. അതൊക്കെ ചേർക്കാം. ചേർത്ത് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതാണ്. വെജിറ്റബിൾസൊക്കെ കുട്ടികൾക്ക് കഴിക്കുകയും ചെയ്യും. ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ടുള്ള റൈസാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതിൽ കുറച്ച് പിന്നെ കാഷ്യൂനട്ടും ഡ്രൈ ഗ്രേപ്സും ഞാൻ നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കേ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നു. നമ്മുടെ ജീര റൈസ് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ജീര റൈസ് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വെജിറ്റബിൾസ് വേണമെങ്കിൽ അതും കൂടെ വഴറ്റി ഇതിൻ്റെ കൂടെ ചേർക്കാം. നമ്മളിപ്പോൾ ജീരകമൊക്കെ വഴറ്റിയില്ലേ, പച്ചമുളകൊക്കെ, അതിൻ്റെ കൂടെ വെജിറ്റബിൾസ് ഇട്ട് വഴറ്റിയിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ ഈസി ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ കാഷ്യൂനട്ട്, ഡ്രൈ ഗ്രേപ്സ്, നെയ്യൊക്കെ ഒഴിച്ചിട്ടുള്ളതുകൊണ്ട് കുട്ടികൾക്കായാലും വലിയവർക്കായാലും നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. ഇതിൻ്റെ കൂടെ ഏത് കറി വെച്ച് വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.